ആരാണ് ശൈലജ ടീച്ചർ? അതുമല്ലെങ്കിൽ ആരായിരുന്നു ശൈലജ ടീച്ചർ? കഴിഞ്ഞ മന്ത്രിസഭയിൽ കണ്ടില്ലെങ്കിലും അതിനു മുമ്പുണ്ടായ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു. അതായത് ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഏറ്റവും അധികം കുറ്റപ്പെടൽ കേൾക്കേണ്ടി വന്ന വകുപ്പ്. ചെറിയൊരു കാലമായിരുന്നില്ല ശൈലജ ടീച്ചറിന് ആരോഗ്യവകുപ്പ്. നിപ, കോവിഡ് തുടങ്ങി കേട്ടുകേൾവിയില്ലാത്ത രണ്ട് മഹാമാരിയെ നേരിടേണ്ടി വന്നു. പകർച്ചവ്യാധിയാണെന്നറിഞ്ഞിട്ടും അവിടെ സന്ദർശിക്കാൻ ധൈര്യം കാണിച്ചു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്ത ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് വരെ ജനങ്ങൾ തീരുമാനിച്ചു. എന്നാൽ കഥ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. ഞാനും എന്റെ ഭാര്യയും തട്ടാനും എന്ന നയമെടുത്ത പിണറായി ശൈലജ ടീച്ചറിനെ അടുത്ത മന്ത്രിസഭയിൽ സ്ഥാനമേ നൽകിയില്ല. പകരം വന്ന വീണ ജോർജ് ആകട്ടെ വൻപിച്ച പരാജയമായിരുന്നു. ഭരണവീഴ്ചകൾ ഉണ്ടായപ്പോൾ ശൈലജ ടീച്ചർ പ്രതികരിച്ചില്ല. എന്നാൽ അടുത്ത ഇലക്ഷൻ നേരിട്ടപ്പോൾ പേരാവൂർ മണ്ഡലം കൊടുത്ത് വലിയൊരു ചതി കൂടെ ചെയ്തു. മട്ടന്നൂരിൽ വലിയൊരു വിജയം നേടേണ്ട ശൈലജ ടീച്ചർ പേരാവൂരിൽ ദയനീയമായ രീതിയിൽ തോറ്റു. ആ തോൽവി ശൈലജ ടീച്ചറിന് ഒത്തിരി വിഷമമുണ്ടാക്കി. അതിന്നലെ പാർട്ടിയുടെ നേതൃത്വത്തിനോട് അറിയിക്കുകയും ചെയ്തു. കഴിവുള്ള ഒരു നേതാവിനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മന്ത്രിസഭ തന്നെ 100% പരാജയമായി. തിരിച്ചുവരവിന് നല്ലൊരു മണ്ഡലം കിട്ടിയെങ്കിൽ, ഭരണം മാറിയെങ്കിലും ഒരു സീറ്റ് കൂടെ നിലനിർത്താൻ കഴിയുമായിരുന്നു.